And so let us prepare for his coming. And as this word says, let us examine if we are going according to the path of the worldly opinions, and do we have the peace that comes from his word and during our difficult ministry times. And let us all, as one in Christ, examine ourselves and prepare ourselves to wait for his coming alongside with his word. Praise God. ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്, ലക്ഷ്യം നിൻ മുൻപിലെന്ത്, ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം നേടി. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമിതേ, കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ, സൂര്യനിൽ താപമോ ഘോരമമാരിയോ, നിന്നെ അലട്ടായൻ പൊന്മക്കളെ. വൈഷമ്യമാമേടുകളെ എങ്ങനെ നീ കടക്കും, എങ്ങനെ നീ ജോർദാന്റെ അക്കരെ ചെന്നു ചേരും. വിഷമ്യമാമേടുകളെ എങ്ങനെ നീ കടക്കും, എങ്ങനെ നീ ജോർദാന്റെ അക്കരെ ചെന്നു ചേരും. നിൻ തോണിയിൽ കർത്തനേശുവുണ്ടോ, നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ, പുത്തനാം ഗാനങ്ങൾ പാടി സ്തുതിക്കുവാൻ ഹൃത്തിയുടെ സ്വർഗീയ ശാന്തിയുണ്ടോ. വിശ്വാസത്തിൻ തോണിയാതിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ അക്കരെ ചെന്നിടുമോ. വിശ്വാസത്തിൻ തോണിയാതിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ അക്കരെ ചെന്നിടുമോ. ഓളങ്ങളേറുന്ന സാഗരത്തിൽ ജീവിത തോണിയുലഞ്ഞിടുമ്പോൾ, ആരുണ്ട് കൈത്താങ്ങായാരു സഹായിക്കും, കപ്പിത്താൻ യേശുവല്ലാതെ നിന്നെ. സ്വർഗ്ഗപുരേ നീ കേൾക്കുന്നില്ലേ, സിയോനിൽ ഗാന ശബ്ദം, വേണ്ടയോ നിൻ സ്വന്തമായി സ്വർഗീയ സന്തോഷങ്ങൾ. സ്വർഗ്ഗപുരേ നീ കേൾക്കുന്നില്ലേ, സിയോനിൽ ഗാന ശബ്ദം, വേണ്ടയോ നിൻ സ്വന്തമായി സ്വർഗീയ സന്തോഷങ്ങൾ. വാനത്തേരിൽ മേഘരൂഢനായി വേഗം വരും യേശുരാജനവൻ, ചേർക്കുവാൻ നിന്നെയും ശുദ്ധരിൽ സംഘത്തിൽ
കണ്ണീരില്ല ശ്വാസമതിൽ ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത് ലക്ഷ്യം നിൻ മുൻപിലെന്ത് ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. വളരെ നല്ലൊരു ഫാമിലി സോങ് കേൾക്കാൻ ദൈവം സഹായിച്ചു. ദൈവം ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് റിപ്പോർട്ട് വായിക്കാൻ സെക്രട്ടറി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. 15/3/2026 നടന്ന PIP പ്രോഗ്രാം റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ സഞ്ജു വർഗീസ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ ജെഫിൻ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. ബ്രദർ TK സുകുമാരൻ ഫാമിലി സോങ് അതിമനോഹരമായി പാടിയതിനു ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അബ്രഹാം വളരെ മനോഹരമായി ഒരു ചെറുകഥ പറഞ്ഞതിന് ശേഷം സിസ്റ്റർ ജെസലിൻ ജോ മനോഹരമായി കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടുകയും ചെയ്തു. ബ്രദർ സിസ്റ്റർ നിസി ജോ നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സിസ്റ്റർ ഒലിവിയ, സിസ്റ്റർ ആനി ഡേവ്സ്, സ്റ്റെഫോൺ, ആൽബിൻ എന്നിവർ പങ്കെടുക്കുകയും സ്റ്റെഫോൺ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ഏഞ്ചൽ ആൻ്റണി മനോഹരമായ ഒരു കവിത അവതരിപ്പിച്ചതിന് ശേഷം പാട്ട് സിസ്റ്റർ നിസ്രി ആൻഡ് സൗമ്യ എന്നിവർ ചേർന്ന് മനോഹരമായി ആലപിക്കുകയും ചെയ്തു. തുടർന്ന് ആശംസയായി അധ്യക്ഷൻ ചില വാക്കുകൾ ഓർമ്മിപ്പിക്കുകയും പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. അടുത്ത പ്രോഗ്രാം മനപ്പാടം എഫ്രൈം ജയറിസ് ജെയ്മി. ദൈവത്തിന് മഹത്വം. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർവിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവനുള്ളതേ പോലെ വൻ്റെ നിലത്ത് വേർ മുളക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപങ്ങളുമില്ല, കോമളത്വമില്ല, കണ്ടാലാകരുതക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും തെറ്റിക്കപ്പെട്ടും മിശ്രപാത്രമായി രോഗശീലിച്ചനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് അവൻ നിന്ദനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ രോഗങ്ങളാൽ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും തെന്നിമിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തുന്ന മുമ്പാകിരിക്കുന്ന മിണ്ടാതിരിക്കുന്ന ആളിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാൽ എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തിൽ നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ്റെ ദണ്ഡന വന്നു എന്നും അവൻ്റെ തലമുറയിൽ അവൻ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവൻ്റെ വായിൽ വഞ്ചനൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കടി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവർ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണനോ ആകൃതിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാൻ തൻ്റെ ദാസം പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരുടെ കൂടെ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനം മരണത്തിന് ഒഴുക്കിക്കളയുകൊണ്ട് അനേകരുടെ പാപം വഹിച്ചു. അതിക്രമക്കാർക്ക് ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്താൽ തന്നെ. താങ്ക് യു. ഒരു വാക്യം പോലും തെറ്റാണ്ട് പറഞ്ഞു. ഈ മോനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് വാർദ്ധക്യം അവഗണനയുടെ കാലം. സിസ്റ്റർ സിസിലി. എൻ്റെ ദൈവനാമത്തിലുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു.
ഞാൻ ചെറിയൊരു മെസ്സേജോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വാർദ്ധക്യം അവഗണനയുടെ കാലം. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, മുറിവുകൾ സുഖപ്പെടുത്തുന്ന, ഭാരങ്ങൾ വഹിക്കുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തിന് നന്ദി. അനാഥത്വത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നൊമ്പരങ്ങളുമായാണ് ഇന്നത്തെ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായവരെ ഇത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഒരായുസ് മുഴുവൻ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ചവർ, മക്കൾക്ക് വേണ്ടി മുണ്ടുമുറുക്കിയെടുത്ത് മൂവന്തിയോളം പണിയെടുത്ത് അപ്പനും ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അടുക്കളയിൽ ചിലവഴിച്ച് വെച്ചു വിളമ്പി കരിയും പുകയുമേറ്റ് കറുത്തുപോയ അമ്മയും ഇന്ന് പടിക്ക് പുറത്താണ്. ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാലത്ത് അവർക്ക് കുടുംബത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ് സ്ഥാനം. അനേകർക്ക് അന്നം വിളമ്പിയ അവർക്ക് ഒരു വയറ് ചോറ് വിളമ്പി നൽകുവാൻ ആരുമില്ല. അറിവിൻ്റെ കാര്യത്തിൽ ഒന്നാമതെങ്കിലും അത് ശരിയായ ജീവിത വീക്ഷണത്തിലോ ക്രമത്തിലേക്കോ നമ്മെ നയിക്കുന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റപ്പെടുകയില്ലായിരുന്നു, അവർ മക്കൾക്ക് ഭാരമാവുകയില്ലായിരുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ പോയവരാണ് അവർ. ജീവിത സായാഹ്നങ്ങളിൽ അവരെ ഒരിക്കലും തള്ളിക്കളയരുത്, കഷ്ടപ്പെടുത്തുകയും വരുത്. വലുതും മനോഹരമായ വീടുകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നു. അതിനുള്ളിലാകട്ടെ അനാഥത്തിൻ്റെയും ഏകാന്തതയും വേട്ടയാടുന്നു. പ്രായം ചെന്ന ആൺകിളിയും പെൺകിളിയും വല്ലപ്പോഴും ഒരിക്കൽ ദേശാടനത്തിനായി കടൽ താണ്ടിയെത്തുന്ന കുഞ്ഞിക്കിളികൾ. ചുരുക്കത്തിൽ നാടിൻ്റെ അവസ്ഥ ഇതാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, ഫലം കാഴ്ചകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചു വരിക്കും. സങ്കീർത്തനം 92:14. അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തിനാൽ അനുഗ്രഹീതരാണ് അവർ. അനുഭവമാകുന്ന ഗുരു പാഠം നൽകിയ അവർക്ക് മാത്രം സ്വന്തം. കൃഷി ജീവിതമാർഗമായതുകൊണ്ടും കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കുവാൻ അവർക്ക് കഴിയും. നെറ്റിയിലെ വിയർപ്പും പട്ടിണിയും കുടിയേറ്റവും എല്ലാം ജീവിതത്തിൻ്റെ കളരികളായിരുന്നു. അവർ വെച്ചു നീട്ടുന്ന ജീവിതത്തെക്കുറിച്ചുള്ള മുത്തും പവിഴവും നിസ്സാരമായി തള്ളിക്കളയരുത്. കഴിഞ്ഞ തലമുറയിലെ ഒരു മാതാവോ പിതാവോ ഒരിക്കൽ പോലും വൃദ്ധസദനങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല. മക്കളും കൊച്ചുമക്കളും നിറഞ്ഞ ഒരു ജീവിതമാണ് അവരുടെ സ്വപ്നം. ഒരിക്കൽ പോലും നിൻ്റെ സ്വപ്നങ്ങൾ തകർക്കാത്ത ഒരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിരിക്കുക. നിൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ നീയായി എന്തിന് തച്ചുടയ്ക്കുന്നു? വിദ്യാഭ്യാസത്തിനും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഒന്ന് ഓർക്കുക, പണം എന്നത് കയ്യിൽ വരുമ്പോൾ വേറെ പലതും നഷ്ടമാകും. ഇന്നു നിനക്ക് തുണയായുള്ളത് പണം കൊണ്ട് നേടിയതൊന്നുമല്ല എന്ന കാര്യം പുറകോട്ട് നോക്കിയാൽ മനസ്സിലാവാവുന്നതേയുള്ളൂ. ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം മാത്രമാണ് ധനം. വിദ്യാഭ്യാസത്തിനോ പണത്തിനോ കൊടുക്കാൻ കഴിയാത്തത് പലതും വാർദ്ധക്യത്തിലെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുവാൻ കഴിയും. കാരുണ്യത്തിൻ്റെ തലോടൽ, പ്രാർത്ഥനയുടെ ബാലപാഠങ്ങൾ മുതലായവ പങ്കുവയ്ക്കുന്നതിൻ്റെ മഹത്വം മുതലായവ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുവാൻ ഈ വൃദ്ധ മാതാപിതാക്കൾക്ക് കഴിയും എന്ന് മറക്കാതിരിക്കുക. ജീവിത സഹായങ്ങളിലെത്തുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നനയാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ചുണ്ടിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയിക്കുവാൻ നമുക്ക് ശ്രമിക്കുക. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. അവരുടെ അനുഗ്രഹമാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ് നമ്മുടെ കുടുംബങ്ങളുടെ ഐശ്വര്യം നഷ്ടമാകാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ആവർത്തനം 5:16. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കന്മാരോട് വളരെ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് നമ്മുടെ അത്ര വിദ്യാഭ്യാസമോ മറ്റു പക്വതയോ ഒന്നുമില്ലെങ്കിലും പല കുറവുകൾ അവർക്കുണ്ടെങ്കിലും നമ്മളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ മനസ്സിന് പ്രയാസമായതൊന്നും നമ്മുടെ സംസാരത്തിൽ വരികയോ ചെയ്യാതിരിക്കുവാൻ ദയവായി കർത്താവ് സഹായിക്കട്ടെ. പിന്നെ പണത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ വലിയ വീടുകളിൽ മാത്രമല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾക്ക് ഒരു ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഒരു ചെറിയൊരു പാട്ടിൻ്റെ 2 വരി കൂടി പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. ഇത്രയും നേരം പറയാൻ സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കാലത്തിൽ നടക്കുന്ന നല്ലൊരു മെസ്സേജാണ് ആൻറ്റി പറഞ്ഞത്. ആൻറ്റിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. ബ്രദർ അനീഷ് ജോൺ. ദൈവത്തിന് സ്തോത്രം. മാന്യ അധ്യക്ഷനും പാസ്റ്റർക്കും സെക്രട്ടറിക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഇന്നിവിടെ പ്രൊജക്ടറിൽ നമ്മുടെ ഒരു പിക്ചർ കാണിക്കും. അത് ഏത് സോങ്ങാന്ന് പറയണം, അത്രേ ഉള്ളൂ. കോമൺ ആണ്, എയും ബി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ക്രിസ്തീയ സോങ്ങും പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതന്നെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ, അതിൻ്റെ തുടക്കം കൂടി പറയണം കേട്ടോ. നല്ല പോരാട്ടം. ഓക്കെ, അപ്പോൾ കളിയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ വരുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് പാടാം, ഏത് പാട്ടായാലും കുഴപ്പമില്ല. ചിലപ്പോൾ തുടക്കത്തിൽ നിന്നാവും, ചിലപ്പോൾ ഇടയ്ക്ക് നിന്നാവും, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും തുടങ്ങല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, എല്ലാവരും കൂടി പറയരുത്. അപ്പോൾ ജെഫിനെ പറഞ്ഞെന്നാ പറയണേ. അടുത്തത് അല്ല അദീന പറഞ്ഞു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്. അടുത്തത് ജോസഫ് പറഞ്ഞു. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു. അടുത്തത് അല്ല അതുകൊണ്ട് അപ്പോൾ ജോഷേട്ടൻ നെക്സ്റ്റ് നോക്കും. അദീന പറഞ്ഞു. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ. അടുത്തത് മിനിയേച്ചർ. വെള്ളത്തിൻ കുമിള പോലെ, ആ പാട്ട്. നെക്സ്റ്റ് ആകാശമേ കേൾക്ക, തുടക്കം. കാളതൻ്റെ ഉടയവനെ, കഴുതൻ്റെ യജമാനനെ. നെക്സ്റ്റ് അതിന് പറഞ്ഞു. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ, തുടക്കം പറയും. വിശുദ്ധിയെ തികച്ച്, ഇന്ന് പാടിയ പാട്ടാണ്. നെക്സ്റ്റ് റോസപ്പൂ കൂടി വരണം. തുടക്കം എൻ്റെ ദൈവം. ശരി, നെക്സ്റ്റ് സോങ്. തുടക്കം അദീന. നെക്സ്റ്റ് കരത്തിൽ എന്നെ വരച്ചു. ഞാൻ എഴുതിയത് വേറെ പാട്ടാണ്. കൺമണി പോലെ എന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, പരനറിയാതെയൊന്നും ഭയം ലേശം വേണ്ടിനി. ഓക്കെ, നെക്സ്റ്റ് ഫാൻസി പറഞ്ഞു. തുടക്കം
പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക. നെക്സ്റ്റ്. ജോഷേട്ടൻ ആദ്യം പറഞ്ഞേ. ജോഷേട്ടൻ വേറൊരു പാട്ടും കൂടിയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശത്രുവിന് അഗ്നിയസ്ത്രങ്ങളെ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോൾ ശത്രുവെ ജയിച്ച നാം എല്ലാവരും ഒന്നായി കൂടുക. പാട്ടുകൾ കുറേ ഉണ്ടാവും, നമുക്ക് ഏത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിജയി അദീനെ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുന്നു. ബെസ്ലി സമ്മാനം തരും. നല്ലൊരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ കണ്ടു. അടുത്തത് ഒരു പാട്ട്, സിസ്റ്റർ മറിയാമ്മ പാപ്പച്ചൻ. സ്തോത്രം. ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ. ജീവന്റെ മാർഗം ഓതി തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. ജീവന്റെ മാർഗം ഓതി തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. അവനല്ലയോ ജാഗരിക്കാമവനെ നിത്യവും, ജ്യോതിയായവൻ അവനല്ലയോ ജാഗരിക്കാമവനെ നിത്യവും. ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ. ജീവന്റെ മാർഗം ഓതി തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. ജീവന്റെ മാർഗം ഓതി തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. ജ്യോതിയായവൻ അവനല്ലയോ ജാഗരിക്കാമവനെ നിത്യവും, ജ്യോതിയായവൻ അവനല്ലയോ ജാഗരിക്കാമവനെ നിത്യവും. ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ, ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ.
തുറക്കും നിനക്കായി സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കാം. അടഞ്ഞ വാതിൽ തുറക്കും നിനക്കായി സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കാം. ചതഞ്ഞോട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുയില്ല. ചതഞ്ഞോട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുയില്ല. ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ, ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കായി. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കായി. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പാട്ട് കേട്ടു. അമ്മച്ചിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഭാവന, സിസ്റ്റർ ബെനീറ്റ ബാബു. ഞാനിന്ന് പറയാൻ പോകുന്ന ഭാവനയുടെ പേര് അയ്യോ കർത്താവേ, അങ്ങ് ഇത്ര പെട്ടെന്ന് വന്നോ. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. മാത്തച്ഛ മുതലാളി കാതുകൂർപ്പിച്ചു. അതെ, ഇത് കർത്താവിൻ്റെ രണ്ടാം വരവ് തന്നെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ഇന്നലെയും കൂടി പാസ്റ്റർ പ്രസംഗിച്ചതാണല്ലോ. എന്നാൽ അതിത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആമേൻ കർത്താവ് വേഗം വരണമേ എന്ന് എല്ലാവരും സാധാരണ പറയാറുള്ളത് പോലെ ഞാനും പറഞ്ഞെങ്കിലും അതിത്ര വേഗം സംഭവിക്കുമെന്ന് ചിന്തിച്ചതേയില്ല. മൂത്ത മോൻ തോമസ് കുട്ടിയുടെ പഠനം തീർന്ന് ഡോക്ടറായി ജോലിക്ക് കയറിയതേ ഉള്ളൂ. ഇനി വേണമെന്ന് വിലസാൻ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ. അതുമാത്രമോ, വീടിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. വലിയൊരു ബംഗ്ലാവ് പോലെയുള്ള എൻ്റെ വീടിൻ്റെ ഉൾവശത്തൊക്കെ മനോഹരമായ മാർബിൾ പതിച്ചിരിക്കുന്നു. മുറ്റത്ത് മുഴുവനും പവിഴ നിറമുള്ള കല്ലുകൾ പതിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. നീന്തൽ കുളത്തിൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയെ എടുത്തു പറയേണ്ടത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലൊരു സ്വർഗം തന്നെയാണ് എൻ്റെ വീട്. ഇത്രയും സുന്ദരമായ വീട്ടിൽ ജീവിച്ച് കൊതി തീരും മുമ്പേ കർത്താവ് ഇങ്ങ് വന്നല്ലോ. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിയ BMW കാർ ഒന്ന് ഓടിച്ച് കൊതി തീർന്നു പോലുമില്ലല്ലോ. അപ്പോഴേക്ക് ഈ കർത്താവിന് വരാൻ കണ്ട സമയം. അല്ലേലും കർത്താവ് ഇങ്ങനെയാ, കഷ്ടപ്പാടിലും കടഭാരത്തിലും കണ്ണുനീരിലും കിടന്നുറങ്ങുമ്പോൾ ആമേൻ കർത്താവ് വരണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും വരാത്ത കർത്താവ് എല്ലാം ഒന്ന് അനുഭവിച്ചു തുടങ്ങുമ്പോഴേക്കും ഇത്ര പെട്ടെന്ന് വന്നേക്കുക. വല്ലാത്തൊരു ചതിയായിപ്പോയി കർത്താവെ. അയാൾ മനസ്സുകൊണ്ട് മന്ത്രിച്ചു. അല്ല, കർത്താവിൻ്റെ വരവിങ്കൽ നൊടിയെങ്കിൽ എടുക്കപ്പെടുന്നതാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത്രയും നേരമായിട്ടും എനിക്കൊരു രൂപാന്തരം സംഭവിച്ചില്ലല്ലോ. ഇനി ഞാനെങ്ങാനും കൈവിടപ്പെട്ടു പോയോ? ചർച്ചിൽ പുതുഫണ്ടിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റിയ കാര്യം വല്ലതും കർത്താവ് അറിഞ്ഞു കാണുമോ? അതോ പാസ്റ്ററിന് അത് മാറ്റണമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഒപ്പ് ശേഖരിച്ചു കൊണ്ടാകുമോ? അതോ ഇന്നലെയും കമ്മിറ്റിയിൽ വഴക്കിടേണ്ടി വന്നതോ? കർത്താവിൻ്റെ ഒരു കാര്യം, എന്തായാലും പാസ്റ്ററിനൊന്ന് വിളിച്ചു നോക്കാം. ഡ്രീം. അയ്യോ, അവിടെ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. അവരും എടുക്കപ്പെട്ട് കാണും. എൻ്റെ ഒപ്പം നടന്ന ഉപദേശി നാളെ മുതൽ കണ്ടില്ലെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കുമല്ലോ. അല്ല, ഇത്രയും നേരമായിട്ടും ഞാൻ എടുക്കപ്പെടുന്നില്ലല്ലോ. എൻ്റെ തടി കൂടിയതാണോ? മുകളിലേക്ക് പോകാനൊരു താമസം. ഒരുപാട് വാരി വലിച്ച് തടി കൂട്ടി വയ്ക്കണ്ടായിരുന്നു. സ്ലിം ആയിരുന്നാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും മുകളിലേക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഉടനെ ഉപദ്രവകാലം തുടങ്ങും. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒന്ന് ആഞ്ഞു പിടിച്ച് മുകളിലേക്ക് എത്തണം. ഒറ്റ കുതിപ്പിനെ മുകളിലേക്ക് എത്തണം. അയ്യോ, ഓടി വരണേ അപ്പച്ച. എന്ത് പറ്റി മോളെ റോസി? അപ്പോൾ നീ ഒന്ന് പോയില്ലേ? എങ്ങോട്ടാണ് അപ്പച്ച? അപ്പോൾ കർത്താവ് വന്ന കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ? കർത്താവ് വന്നെന്നോ? അപ്പച്ചൻ എന്തായി വെളുപ്പാൻ കാലത്ത് പിച്ചും പേയുമൊക്കെ പറയുന്നത്? അതുപോട്ടെ, ഇന്നലെ കട്ടിൽ കിടന്ന അപ്പച്ചൻ എന്താ വെളുപ്പാൻ കാലത്ത് തറയിൽ കിടക്കുന്നത്? എൻ്റെ മോളെ, കർത്താവ് വന്നതാ. മോളിലേക്ക് പോകാൻ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചതാ. ഇതാ ഞാൻ നിലത്ത് കിടക്കുന്നു. എൻ്റെ പൊന്നപ്പച്ച, അത് കർത്താവിൻ്റെ ഗംഭീരനാദമൊന്നല്ല. ഒരു വിമാനം താണു പറഞ്ഞതാ. അതിൻ്റെ ശബ്ദമാ കേട്ടത്. അയ്യോ, അതിൻ്റെ ശബ്ദമാണോ? സത്യമാണോ നീ പറയുന്നത്? അതെ, ഞാൻ സത്യമാണ് പറയുന്നത്. കർത്താവെ, ഒരവസരം കൂടി തന്നതിന് നന്ദി. ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ഇന്ന് മുതൽ കർത്താവിനായി ജീവിക്കാം.
പ്രിയ സ്നേഹിതരെ, ഈ കഥാപാത്രം നമ്മെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നില്ലേ? ഈ ലോകത്തിലെ പല കാര്യങ്ങളും സുഖ സൗകര്യങ്ങളും അതിൽ നിന്ന് അകറ്റുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സ്വയശോധന ചെയ്യാം. കർത്താവിൻ്റെ വരവിനായി നമ്മെ ഓരോരുത്തരെയും ഇവിടെ ഈ ഭാവന നിർത്തുന്നു. ഒരു ഭാവന കേട്ടു. ഈ പോണ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം ഇന്നത്തെ ചിന്താ വിഷയം ഞാനിൽ നിന്ന് നമ്മളിലേക്ക്. ലെസിയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്താവിഷയം ഞാനിൽ നിന്ന് നമ്മളിലേക്ക്. പങ്കുവയ്ക്കൽ എന്നത് ഞാനെന്ന ഭാവത്തിൽ നിന്നുള്ള മാറിനടപ്പാണ്. ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്കുള്ള സഞ്ചാരം. പങ്കുവയ്ക്കലിനെ പറ്റി സംസാരിക്കുന്ന ആചാര്യന്മാർ പതിവായി പറയുന്ന ഒരു ബലൂൺ കഥയുണ്ട്. ഒരു അധ്യാപിക തൻ്റെ കുട്ടികൾക്കെല്ലാം ഓരോ ബലൂൺ നൽകുന്നു. അവ ഊതി വീർപ്പിച്ച് അതിന് സ്വന്തം പേര് എഴുതി പറത്തുവിടാൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, സ്വന്തം ബലൂൺ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കുക. ബലൂണുകൾ പറന്നു വരുന്ന എവിടെയോ അപ്രത്യക്ഷമായിരുന്നു. ചില ബലൂണുകൾ പറന്നു വരുന്ന വീണ്ടും മുറ്റത്തും പരിസരത്തുമൊക്കെ വീണെന്ന് സ്വന്തം പേരെഴുതിയ ബലൂൺ ആർക്കും കിട്ടിയില്ല. അപ്പോൾ അധ്യാപിക പറഞ്ഞു, എന്തെങ്കിലും ഒരു ബലൂൺ കയ്യിൽ കിട്ടുമോ എന്ന് നോക്കുക. കിട്ടിയാൽ അതിൽ പേരെഴുതിയ ആളിന് കൊടുക്കുക. പിന്നെ ജോലി എളുപ്പമായി. ഓരോരുത്തർക്കും കിട്ടിയ ബലൂൺ അതിൽ പേരെഴുതിയ ആൾ തിരിഞ്ഞോടി. കയ്യിൽ കിട്ടിയ ബലൂൺ അതിൻ്റെ ഉടമയെ എഴുന്നേൽപ്പിച്ചു തുടങ്ങിയതോടെ പിന്നിൽ ഓരോന്നായി എല്ലാ ബലൂണും അതിൻ്റെ ഉടമകളെ കയ്യിലെത്തി. അപ്പോൾ അധ്യാപക പറഞ്ഞു, എൻ്റെ സ്വന്തം ബലൂൺ കണ്ടെത്തുക എന്നത് എൻ്റെ മാത്രം സന്തോഷമാണ്. അത് നിങ്ങൾക്ക് കിട്ടാതെ പോയത് എൻ്റെ ബലൂൺ കയ്യിലെത്തുന്നു. അത് അതിലെ പേരുകാരിയെ അല്ലെങ്കിൽ പേരുകാരനെ ഏൽപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം കൈമാറുകയാണ്. അങ്ങനെ എല്ലാവരിലും സന്തോഷം എത്തുന്നു. സന്തോഷം മറ്റുള്ളവരുടെ കൈകളിൽ എത്താൻ കഴിയുമ്പോൾ അത് പങ്കുവയ്ക്കലിൻ്റെ ആനന്ദമായി തീരുന്നു. പങ്കുവയ്ക്കലിൽ ഒരു ശാസ്ത്രീയ സത്യം പറഞ്ഞു നടക്കുന്നുണ്ട്. നാം മറ്റൊരാളുമായി എന്തെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഹോർമോൺ എന്ന പേരായിട്ട ഓക്സിറ്റോസിൻ മനസ്സ് സംഘർക്കങ്ങൾക്ക് അയവ് വരുത്തുന്നു. സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. കൊടുക്കുന്നയാളും വാങ്ങുന്ന ആളും തമ്മിൽ അദൃശ്യമായൊരു അടുപ്പം രൂപപ്പെടുന്നു. അങ്ങനെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന ചൊല്ലിൽ സന്തോഷിക്കാനുള്ള പരസ്പരം കൂടി ഉണ്ടെന്ന് അർത്ഥം. താങ്ക് യു. നല്ലൊരു ചിന്ത കേട്ടു. ദൈവമോളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം ബൈബിൾ റെഫറൻസ്. ബെസിലിയാണ് ക്ഷണിക്കുന്നു. ദൈവനാമത്തെ മാന്യദീക്ഷനും ശേഷം കൂടിയിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹോന്നതത്തെ അറിയിക്കുന്നു. ബൈബിൾ റെഫറൻസ് എയും ബിയും ഉണ്ട്, സഹോദരന്മാരും സഹോദരിമാരും. ആദ്യം സഹോദരന്മാരോട് ചോദിക്കുന്നു. സങ്കീർത്തനം 107:26. അവൻ ആകാശത്ത്. സഞ്ജു. രണ്ടാമത്തെ സഹോദരിമാരോട് സദൃശ്യം 27:3. കല്ല്. ആരാ പറഞ്ഞേ? ജിനോമന. വസ്ത്രത്തെ ജിനോമന പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം സഹോദരന്മാരോട് മത്തായി 5:33. കളസത്യം ചെയ്തത് ജെഫിൻ. നാലാമത്തെ സഹോദരിമാരോട് എബ്രായർ 2:11. ആരാ? സഹോദരന്മാരോട് സങ്കീർത്തനം 27:4. ഞാൻ യഹോവയോട്. സഞ്ജു. അടുത്തത് സഹോദരിമാരോട് ആമോസ് 7:8. ഏഞ്ചലി. അടുത്തത് സഹോദരന്മാരോട് അപ്പോസ്തല പ്രവൃത്തി 19:22. ആരാ? ജെഫിൻ.
അടുത്തത് സഹോദരിമാരോട് പുറപ്പാട് പുസ്തകം 16:9. ഏഞ്ചലി. അടുത്തത് സഹോദരന്മാരോട് ദാനിയേലിൻ്റെ പുസ്തകം 7:9. സഞ്ജു. അടുത്ത ചോദ്യം ലാസ്റ്റാണ്. അടുത്ത ചോദ്യം സഞ്ജു, ജെഫിൻ, ഏഞ്ചലി, ഇവർ മാത്രം പറയാം കേട്ടോ. അടുത്ത ചോദ്യം എബ്രായർ 10:26. ഏഞ്ചലിൻ്റെ 1ാം സ്ഥാനം. ചെറിയ സമ്മാനം പാസ് നൽകും. ഈ പരിപാടിയിൽ വിജയിച്ച അമ്മണിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് ആശംസ സന്ദേശമാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റേതായ എല്ലാ ടെൻഷനും എല്ലാ ബുദ്ധിമുട്ടും എനിക്ക്. അത് തുടർന്നും ഇങ്ങനെ വരാണെങ്കിൽ ഇനി ഈ അവസരത്തിൽ പ്രസംഗിക്കാം. ഒരു വാക്ക് നന്ദി പറഞ്ഞായിരിക്കുകയാണ് ഇന്നത്തെ PIP അധ്യക്ഷനായിട്ട് എന്നെ ക്ഷണിച്ച മിസ്ലിയാണുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്നു. ഇന്ന് അധ്യക്ഷനായ അഞ്ചാമാനുള്ള നന്ദി അറിയിക്കുന്നു. സാധാരണ ചെറുപ്പക്കാരെയും പറയുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് പതിവ്. അഞ്ചാമോൻ ഇങ്ങോട്ട് ഞാൻ അധ്യക്ഷനാവാമെന്ന് പറഞ്ഞു. അതിനുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രായമായ സഹോദരിമാരെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ കണ്ടുവല്ലോ. ഒരു പ്രായത്തിൻ്റെ അവശതകൾ നേരിടുമ്പോഴും വന്ന് ഇവിടെ PIP പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ചെറുപ്പക്കാരായ നിങ്ങൾ അത് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു മോഡലാണ്. നിങ്ങൾ അത് പ്രോഗ്രാം തുടർന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും PIP പ്രോത്സാഹന സമ്മാനം എല്ലാവരും വന്ന് വാങ്ങാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. നമ്മുടെ PIP മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. വെസ്ലി ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ PIP മീറ്റിംഗ് പ്രായമുള്ള അമ്മച്ചിമാരും ഉണ്ടായിരുന്നു, PIP ഏജുകാരുണ്ട്, അതിൽ കുറഞ്ഞ പ്രായക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാരുടെ പ്രോഗ്രാമൊക്കെ വളരെ അഭിനന്ദനീയമാണ്. സിസിലി ആൻറ്റിയുടെ ലേഖനമാണോ വാർത്തയാണോ എന്തായാലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദീനരോധനം പോലൊക്കെയാ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ചെറുപ്പക്കാർക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. വാർദ്ധക്യം ഒരു ശാപമായി കാണരുത് എന്നതിൻ്റെ ഒരു സൂചന. ആമേൻ. ദൈവം സഹായിക്കട്ടെ. നന്നായിരുന്നു. അതുപോലെ നമ്മുടെ മിനിസൂരിയുടെ മാതാവ് പ്രായത്രയായെങ്കിലും ശബ്ദത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. പരസ്യയോഗത്തിനൊക്കെ സാധാരണ പാടി കേൾക്കാറുള്ള പാട്ട് വളരെ മനോഹരമായ നിലയിൽ അമ്മച്ചിയുടെ പാടാനൊക്കെ ഇടയായല്ലോ. ഇതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമാണ്, ഒരു വലിയ സന്തോഷമാണത്. നമ്മുടെ ആനണിച്ചാൻ്റെ ഫാമിലി സോങ് ആനണിച്ച മറ്റൊരു രാഗത്തിൽ അവർ കുടുംബമായിട്ട് പഠിച്ച് നന്നായിട്ട് കർത്താവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാറ്റിനായി സ്തോത്രം. ആഞ്ചോ ഇന്ന് അധ്യക്ഷനായിരുന്നതിൻ്റെ ആവേശം അമ്മണിയുടെ പ്രതികരണത്തിൽ കണ്ടത്. ആങ്ങളെയും പെങ്ങളും ഏറ്റുമുട്ടിയതുപോലെ ആയിപ്പോയി. ആഞ്ചോ ഇങ്ങനെ കണ്ണുകളായിരുന്നു, അമ്മണി തന്നെ ആണോ ഈ പറയുന്നതെന്നൊക്കെ. എന്തുകൊണ്ടാണ് അമ്മണി അങ്ങനെ പ്രതികരിച്ചതെന്നും അറിയാൻ വയ്യ. എന്തായാലും നന്നായിരുന്നു. പിന്നെ ഇവിടെ കേട്ട വെസ്ലി പറഞ്ഞതിലെ അവിടെ ഞാൻ സാധാരണ അധ്യക്ഷന്മാരെ വിളിച്ച് സെക്രട്ടറി ഒരു പരിവാകാറുള്ളതാണ്. എന്നാൽ ഇങ്ങോട്ട് വന്നത് പറഞ്ഞെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അധ്യക്ഷൻ സ്വയം ഏറ്റെടുത്ത ആ ഉദ്യമത്തിൽ അഭിനന്ദനമുണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച പാസ്റ്ററായിരുന്ന ആൾ എന്തെങ്കിലും പറയുമെന്നാണ് ഞാനും കരുതിയത്. അപ്പോൾ കുഴപ്പമില്ല. അഞ്ചോ അഡ്വാൻസ് മുൻകൂർ ജാമ്യം എടുത്തെന്ന് പറഞ്ഞല്ലേ.
ഇനി ഇങ്ങനെയുള്ള അവസരം ഉണ്ടാകുമെന്നും അന്ന് പ്രസംഗിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ പാടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട് ഇവിടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കായും സ്തോത്രം. നമ്മുടെ ഈ കൈയടിക്കാനിരിക്കുന്ന ഈ കുട്ടന്മാർക്കൊക്കെ ഇവർക്കൊക്കെ നിങ്ങൾ പ്രോഗ്രാം കൊടുക്കാത്തതുകൊണ്ടാണോ അതോ അവർക്ക് എന്താ വയ്യാത്തതുകൊണ്ടാണോ എന്താണെന്നും അറിയുമ്പോൾ ആ ഏജുകാർ PIPയുടെ ഏജുകാരെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ നിങ്ങൾ നിർബന്ധമായി പ്രോഗ്രാം കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവർക്കങ്ങ് പ്രോഗ്രാം കൊടുക്കാം. അവരത് ചെയ്യണം. വരാതിരുന്നാൽ കഷ്ടകാലമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. PIPക്കാർ ഏജുകാർ കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രോത്സാഹനമായി പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അവരുടെ ഉത്സാഹത്തെ അഭിനന്ദിക്കണം. നമ്മൾ അഭിനന്ദിച്ച് കൈയടിച്ചാൽ മാത്രം പോരാ, നിങ്ങളിവിടെ പ്രോഗ്രാം ചെയ്യണം. ആമേൻ. ഇതൊക്കെ നമ്മുടെ PIPയുടെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. 12:30 ആയതേ ഉള്ളൂ, ആയില്ല, വരുന്നതേ ഉള്ളൂ. ഇത്രത്തോളം ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നതിനായി ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ തുടങ്ങിയ പ്രാരംഭ നിമിഷം മുതൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാംസും, പ്രത്യേകിച്ച് PIPയുടെ പ്രോഗ്രാമുകളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. സഭായോഗത്തെ അങ്ങ് അനുഗ്രഹിച്ചു. അതിനുശേഷം നടന്ന PIP മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന ആഞ്ചോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൈതലിന് കൊടുത്ത ഉത്സാഹത്തിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോട് പിരിയട്ടെ. തിരുകൃപയിൽ ഞങ്ങളെ മറയ്ക്കും. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃ പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മ കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയങ്ങളോട്, തലമുണയ്ക്ക് ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓളന്വേഷിച്ചൂട്ട് സംബന്ധിക്കുന്ന ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങിയവരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകലിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.